എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറപ്പമാണ്. അതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. പച്ചരി കുതിർത്ത് വെച്ച പച്ചരിയാണിത്. 2 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി കഴുകി വൃത്തിയാക്കിയതാണ്. 2 മണിക്കൂറിൽ കൂടുതലായാലും സാരമില്ല. പച്ചരി, ഇതിന് ചോറ് പൊന്നി അരിൻ്റെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള അരിൻ്റെ ചോറെടുക്കാം. പിന്നെ ചുവന്നുള്ളി, തേങ്ങാക്കൊത്ത്, അപ്പക്കാരം, ഉപ്പ്, 5 അണി വെല്ല. ചെറിയ അണി വെല്ല ആണെങ്കിൽ 6 വേണം. ചെറുജീരകം, അല്പം വെളിച്ചെണ്ണ. അളവ് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ അളക്കുക. അതേ അളവ് തന്നെ, അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചോറെടുക്കണം. ഏത് ഗ്ലാസ്സിൽ എടുക്കുന്നു നിങ്ങൾ അരി, അതേ ഗ്ലാസ്സിൽ തന്നെ ചോറും എടുക്കണം. ഈ 5 അണി വെല്ലം ആണ് ഈ അരിക്ക് വേണ്ടത്, ചോറിനും. ഇനി വെല്ലം പാത്രത്തിലിട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് വെല്ലം ഉരുകാൻ വെക്കുക. അപ്പോഴേക്കും വെല്ലം ഉരുകുമ്പോഴേക്കും നമുക്ക് അരി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് അരി മിക്സിയിലിട്ട് കുറച്ച് അരഞ്ഞതിന് ശേഷം ചോറിട്ട് അരക്കാം. ഒന്ന് സ്വിച്ചിട്ട് കുറച്ച് അരി അരഞ്ഞിട്ട് അതിന് ശേഷം ചോറിട്ട് അരച്ചെടുത്താൽ റെഡിക്ക് അരഞ്ഞ് കിട്ടും. 1/2 ഗ്ലാസ് വെള്ളവും പാർന്ന് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ചോറ് ഇട്ട് അരച്ചെടുക്കാം. ചോറിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞ് വരണം. ചെറുജീരകവും അതിൽ ഇട്ട് അരച്ചെടുക്കണം. അപ്പം ചെറുജീരകവും ചോറിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. നല്ലവണ്ണം അരഞ്ഞ് കിട്ടണം. എന്നാലാണ് കുക്കറപ്പം ശരിക്ക് വരികയുള്ളൂ. വെല്ലം ഉരുകിക്കിട്ടാറായിട്ടുണ്ട്. നമുക്ക് വെല്ലം ആയിട്ടുണ്ടോ എന്ന് നോക്കാം. വെല്ലം ഉരുകിയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി വെല്ലം തണിയുമ്പോഴേക്കും നമുക്ക് അരി അരഞ്ഞിക്കോ നോക്കാം. അരി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു പാത്രത്തിലൊഴിച്ച് അതിലേക്ക് അപ്പക്കാരം ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം കട്ട പിടിക്കാതെ ചേർക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കി ചേർക്കണം. അതിലേക്ക് വെല്ലം ഉരുക്കിയതും ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി ചേർത്തെടുക്കണം. വെല്ലം ഉരുക്കിയത് അരിപ്പയിൽ വെച്ച് അരിച്ച് പൂഴിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ച് എടുക്കണം. അല്ലാതെ അടിയിൽ പൂഴി അടിക്കും. നല്ലോണം ഇളക്കി ചേർത്ത് കൂട്ട് റെഡിയാക്കി വെക്കണം. ഒരു ദോശമാവ് കലക്കുന്നതിനെക്കാട്ടും കുറച്ച് കട്ടി കുറച്ച് കലക്കി ഒരു 10 മിനിറ്റ് വെക്കണം. കലക്കി ഒരു കൂട്ട് റെഡിയാക്കി 10 മിനിറ്റ് വെച്ച് ഇനി ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെക്കുക. കുക്കർ നല്ലവണ്ണം വെള്ളം വലിഞ്ഞ് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക.
അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലോണം ചൂടായാൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തും അതിലേക്ക് ഇടുക. ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ബ്രൗൺ കളറ് ആവുന്നത് വരെ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ചുവന്ന നിറം ആവണം. നല്ലവണ്ണം ചുവന്നാൽ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം ചുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. തീ നല്ല സ്ലോയിൽ വെച്ച് കുക്കറിലേക്ക് ഒഴിച്ചാൽ 4 വരെ നല്ല മൊരിഞ്ഞ് വരും. കുക്കറിൻ്റെ ചുറ്റും മൊരിഞ്ഞ് വരും നല്ലോണം. തീ നല്ല സ്ലോയിലാണ് ഇരിക്കേണ്ടത്. കുക്കറിൻ്റെ ചുറ്റും മൊരിഞ്ഞ് വന്നതിന് ശേഷം വെയിറ്റ് എടുത്ത് അതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കണം. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് അടക്കാം. അതിൻ്റെ വെയിറ്റ് എടുത്ത് കളയണം. വെയിറ്റ് ഇടരുത്. തീ കുറക്കുക. നമ്മളിത് വെച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റായി കാണും. നമ്മൾ ഒന്ന് തുറന്ന് നോക്കാം. ഈർക്കിൾ കുത്തി നോക്കുക. നല്ലോണം ഒരു പറ്റൊന്നുമില്ല. വെന്തിക്കില്ലെങ്കിൽ ഇത് ഈർക്കിളിമേലിങ്ങനെ പറ്റി പിടിക്കും. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് ഗ്യാസ് ഓഫാക്കി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇത് ഒരു 4 മണി പലഹാരമായും വിരുന്ന് വന്നവർക്കൊക്കെ മുറിച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല വാഴ ഇലയിലാണ് ഞാൻ ഇത് വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും വാഴയിലൊക്കെ ഇട്ടാൽ. നല്ല അടിപൊളി അപ്പമാണ്. നിങ്ങളിത് കഴിച്ച് നോക്കണം. നല്ല ഇത് മുറിച്ച് നിങ്ങൾ ഇത് കഴിച്ച് നോക്കി ഇതേപോലെ ഉണ്ടാക്കണം. നിങ്ങളിതുണ്ടാക്കി നോക്കിയാൽ നല്ല ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാ കണ്ടു നോക്ക്. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. ഇത് നല്ലൊരു 4 മണി പലഹാരമായും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിലും നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.